അമ്മയ്ക്ക് ഇനി ആസ്പത്രി പോണോ? എന്താ നിനക്ക് തനിച്ചിരിക്കാൻ പേടിയുണ്ടോ? വീട്ടിൽ ഡാഡി ആന്റി മുരളിയൊക്കെ ഇല്ലേ? പേടിയുണ്ടായിട്ടൊന്നുമല്ല. പക്ഷെ ഇപ്പൊ ആന്റി മുമ്പത്തെ പോലെ ഒന്നും കഥ പറഞ്ഞു തന്നില്ല. ആന്റിയുടെ കഥയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും. അതൊന്നുമല്ല, രാത്രിയിൽ ആന്റി എഴുന്നേറ്റ് പോയി ഡാഡിയുടെ അടുത്ത് നിന്ന് സംസാരിക്ക. അതുകൊണ്ട് ആന്റി ഇപ്പൊ കഥയൊന്നും പറഞ്ഞു തരാത്തത്. എന്താ ഇത്ര വൈകിയത്? എന്താ? എനിക്ക് തല ചുറ്റുന്ന പോലെ. ഡോക്ടറെ ഞാൻ വിളിക്കാം. വേണ്ട, നമുക്ക് അങ്ങോട്ട് പോകാം. അയ്യോ, രണ്ടാമതും തല ചുറ്റുന്ന പോലെ. തലവേദനയുണ്ടോ? ഉണ്ട്. ഇന്നിവിടെ കിടക്കട്ടെ, നാളെ കൊണ്ടുപോകാം. കിടക്കൂ. അവൾക്ക് ഞാൻ ഭർത്താവായിരിക്കാം, പക്ഷേ എന്നുമെന്നും നീയാണ് എൻ്റെ ഭാര്യ. നിന്റെ രൂപം മാത്രമേ എൻ്റെ മനസ്സിൽ. ഈ ബന്ധം ജന്മജന്മാന്തരങ്ങളിലും പിരിക്കാൻ പറ്റില്ല നന്ദി. ഇനിയും ഞാനിവിടെ നിൽക്കാൻ പാടില്ല. ഞാൻ പോട്ടെ. നന്ദി, ഇന്ന് നളിനി ഇവിടെ നിന്ന് പോകരുത്. നളിനിയെ കണ്ടുകൊണ്ട് ഞാനൊന്ന് ഉറക്കെ കരയുകയെങ്കിലും ചെയ്യട്ടെ. വർഷങ്ങളായി കൊണ്ടു നടക്കുന്ന ഈ ഭാരം ഞാനൊന്ന് ഇറക്കട്ടെ. ഒരുപക്ഷെ ഇന്നായിരിക്കും നമ്മുടെ അവസാനത്തെ രാത്രി. നാം വീണ്ടും കണ്ടുമുട്ടുണ്ടായിരുന്നു. എന്നോട് ക്ഷമിക്കൂ. നളിനി പോയാൽ പിന്നെ ഞാൻ മരിക്കും. മധുവേട്ടാ, നളിനി, 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 മധുവേട്ടാ, നളിനി, നളിനി, എന്റെ നളിനി, 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 നീ എന്നെ തെറ്റിദ്ധരിച്ചു. നമുക്ക് ഒരു ശരീരവും ഒരു ആത്മാവുമേ ഉള്ളൂ. ഞാനാണ്. വാതിൽ തുറക്കും.
എത്ര കാലമായി ഇത് തുടങ്ങിയിട്ട്? ഏത് വ്യഭിചാരം? ഞാൻ കേൾക്കണ്ട. ഇത്ര താഴോട്ടിറങ്ങുമെന്ന് ഞാൻ കരുതിയില്ല. എന്നെ ഒന്ന് സംസാരിക്കാൻ അനുവദിക്കുമെങ്കിൽ അദ്ദേഹം എന്റെ വിധവ സുമംഗലി ചമയുന്നു. ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കരുത്. കടക്ക് പുറത്ത്. പ്രതീക്ഷിച്ചില്ല അല്ലേ? നളിനി, അവളെ ഞാൻ അടിച്ചിറക്കി, തേവിടിച്ച്. എന്താ രസിച്ചില്ലേ? അവൾ നിങ്ങളുടെ ആരാണ്? എന്റെ ഭാര്യയാകണ്ടോ? എന്റെ മുറപ്പെണ്ണ്. നിങ്ങൾ ഇരുവരും കൂടി തെറ്റ് എന്റേത് തന്നെയാണ്. നളിനി എന്റെ കുഞ്ഞിന് ഗർഭം ചുമന്നവളാണ്. പക്ഷേ വിധി ഞങ്ങളെ അകറ്റി. ഒരിക്കലും നളിനി ഞാൻ ഇവിടെ പ്രതീക്ഷിച്ചിരുന്നില്ല. നിനക്കറിയുമായിരിക്കില്ല, മുരളി എന്റെ മകനാണ്. നീ ഉദ്ദേശിച്ച പോലെ ഞങ്ങളിവിടെ വ്യഭിചരിക്കുകയായിരുന്നില്ല. അവളെ ഒരു മൂക്ക് കാണാൻ വേണ്ടി, അവളുടെ കണ്ണീര് കൊണ്ട് കഴുകി എന്റെ പാവം തീർക്കാൻ വേണ്ടിയായിരുന്നല്ലേ ഞാൻ ഇത്രയും കാലം ജീവിച്ചത്. അവൾ എനിക്കാരായിരുന്നു അറിയുന്നതിന് മുമ്പ് അവൾ നിനക്കാരായിരുന്നു അറിയാം. സ്വന്തം സഹോദരിയെ പോലെ നിന്നെ സ്നേഹിച്ച കൂടെപ്പുറക്കാത്ത നിന്റെ ചേച്ചിയായിരുന്നു. രണ്ടാം ഭാര്യയ്ക്ക് വേണ്ടി മണിയറ ഒരുക്കിയ ഒന്നാം ഭാര്യ. ഞാൻ പോകുന്നു, എനിക്ക് അവരെ കാണുന്നു. വളരെ അത്യാവശ്യമായിട്ടാണ്. രാവിലത്തെ വണ്ടി വരുമ്പോഴത്തേക്കും സ്റ്റേഷനിലെത്തണം. എനിക്ക് തീരെ വയ്യ, അല്ലെങ്കിൽ ഞാൻ വരില്ല സാറ്. ഇനിയിപ്പോ എന്താ ചെയ്യാ? ശങ്കരനാരായണനെ പറയട്ടെ. ഒന്ന് ചെയ്യാം, സാറ് കാർ എടുത്തോട്ടെ, ഞാൻ കീ തരാം. എനിക്ക് തീരെ വയ്യാഞ്ഞിട്ടാ. അത് മതി. ആ, നളിനി, നളിനി, നമുക്ക് തോന്നിയതായിരിക്കും. വരൂ, പോ, വരൂ, വരൂ, പോ. വണ്ടി പോയോ? ഇതാ പോകുന്നേ ഉള്ളൂ. പാവളെ, മോനെ, 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 അമ്മ എവിടെ? അമ്മ ഇതായിരിക്കുന്നു, ഒന്നും മിണ്ടാനില്ല. നളിനി, 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 നളിനി.